പ്രമുഖ എഴുത്തുകാരൻ അക്ബർ കക്കട്ടിൽ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. അധ്യാപകന്റെ ജീവിതവും അനുഭവവും ചേർത്തുവച്ച എഴുത്തുകളാണ് അക്ബർ കക്കട്ടിൽ എന്ന എഴുത്തുകാരനെ ജനകീയനാക്കിയത്. മലയാളത്തിൽ ഇന്ന് വരെ വന്ന ഒരേയൊരു അധ്യാപക സർവീസ് സ്റ്റോറിയുടെ രചയിതാവും അക്ബർ കക്കട്ടിലാണ്. എഴുത്തുകാരന്റെ ഭാവനയും കോഴിക്കോട്ടുകാരന്റെ ലാളിത്യവും അധ്യാപകന്റെ ഔന്നിത്യവും അക്ബർ കക്കട്ടിൽ എന്ന എഴുത്തുകാരനെ സാഹിത്യകാരിൽ വേറിട്ടു നിർത്തി. കഥ, നോവൽ, ഉപന്യാസം എന്നീ മേഖലയിലെല്ലാം ശ്രദ്ധേയമായ രചനകൾ. അധ്യാപക കഥകൾക്ക് പുറമെ ആറാം കാലം, നാദാപുരം, മൈലാഞ്ചിക്കാറ്റ്, ഇപ്പോൾ ഉണ്ടാവുന്നത്, മൃത്യുയോഗം തുടങ്ങിയവ പ്രധാനപ്പെട്ട രചനകളാണ്. എഴുത്തിന്റെ ഭാഷയ്ക്കപ്പുറത്ത് അധ്യാപകന്റെ പറഞ്ഞുകൊടുക്കൽ രീതിയാണ് അക്ബർ കക്കട്ടിലിനെ വേറിട്ടു നിർത്തിയത്. ശുദ്ധമായ സൗഹൃദത്തിന്റെ മേമ്പൊടി ആ രചനകൾക്ക് മുതൽക്കൂട്ടായി. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് കക്കട്ടിലിൽ 1954 അക്ബർ കക്കട്ടിലിന്റെ ജനനം. പാറയിൽ LP സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് ഫറൂഖ് കോളേജ്, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, തൃശൂർ കേരളവർമ്മ തുടങ്ങിയ പല സ്ഥലങ്ങളിലായി ഉന്നത വിദ്യാഭ്യാസം. പിന്നീട് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഇടയ്ക്ക് കുറച്ചുകാലം കുറ്റ്യാടിയിലും കൂത്താളിയിലും അധ്യാപകനായെങ്കിലും സർവീസിലുടനീളം അദ്ദേഹം വട്ടോളി സ്കൂളിലെ അധ്യാപകൻ തന്നെയായിരുന്നു. അധ്യാപക ജോലിക്കിടെയായിരുന്നു എല്ലാ പ്രധാനപ്പെട്ട രചനകളും എന്നത് ശ്രദ്ധേയമാണ്. 4 നോവലുകളും 27 ചെറുകഥാ സമാഹാരങ്ങളും ഉൾപ്പെടെ 54 പുസ്തകങ്ങൾ ഇതുവരെ പുറത്തിറങ്ങി. സംസ്ഥാന സർക്കാരിന്റേതുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അക്ബർ കക്കട്ടിൽ എന്ന എഴുത്തുകാരനെ തേടിയെത്തി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.